ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൽ പാകിസ്ഥാൻ പലതവണ പഴിചാരുന്നത് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന്. ഇതിപ്പോഴും തുടരുകയാണ്. ഇത് എങ്ങനെയായിരിക്കും അവസാനിക്കുക? ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ മുഖ്യ ശത്രു രാജ്യമായിട്ട് കാണുന്നുണ്ട്. അത് നേരിട്ടും നുഴഞ്ഞു കയറിയും എല്ലാ രീതിയിലും എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും യുദ്ധവും ഒളി ആക്രമണവും ഒക്കെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ അത് ഈ ഇന്ത്യയോടുള്ള ഈ ഒരു പക അല്ലെങ്കിൽ ഈ ശത്രുതയ്ക്ക് പഴയ വിഭജനമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇപ്പോഴത്തെ വിഷയം. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ്, പാകിസ്ഥാനും ഇസ്ലാമിക രാഷ്ട്രമാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഈ യുദ്ധത്തിനും കൊലപാതകത്തിനും ആക്രമണത്തിനും ഒക്കെയുള്ള അവരുടെ പ്രധാനപ്പെട്ട അവരുടെ പ്രചോദനം മതം അല്ല എന്ന് ഒരു രീതിയിൽ തെളിയിക്കുന്നതാണിത്. അങ്ങനെയാണെങ്കിൽ സ്വന്തം മതത്തിൽപ്പെട്ട ഒരു രാജ്യത്തെ പാടില്ല. അതൊരു തനി ഒരു ഭീകര സർക്കാർ എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്ന് നമുക്കതിനെ പറയാൻ കഴിയുകയില്ല. പാകിസ്ഥാനിൽ ആര് പ്രധാനമന്ത്രിയായി വന്നാലും ഈ പറഞ്ഞ അകാരണമായ യുദ്ധങ്ങൾ, ഇപ്പോൾ ഒരു രാജ്യം അങ്ങോട്ട് കയറി പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എങ്കിൽ അതിനെ ചെറുക്കുന്നതിന് നമ്മൾക്ക് സ്വയരക്ഷയ്ക്ക് ഏത് രാജ്യത്തിനും ഏത് പ്രധാനമന്ത്രിക്കും അത് ചെയ്യേണ്ടി വരും. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു ശൈലി അതല്ല. അവർ 100 യുദ്ധം ചെയ്താൽ 99 എണ്ണവും അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതായിരിക്കും. പേരിന് ഒരെണ്ണം എങ്ങാനും ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് അറിഞ്ഞോ അറിയാതെയോ വല്ല ബോംബും വീണതിനായിരിക്കും. അത് ഒരു പക്ഷേ ഇവരുടെ ആൾക്കാർ തന്നെ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ഈ പോലീസിൻ്റെ കല്ലേറൊക്കെ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കല്ലേറ് വന്നു, അല്ലെങ്കിൽ പ്രകടനക്കാരുടെ കയ്യിൽ നിന്ന്. പോലീസുകാർ തന്നെ മഫ്റ്റിയിൽ വന്ന് ഇന്ന് പ്രകടനക്കാരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എറിയും, അടി ഉടങ്ങാൻ. ഇതല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ഈ പ്രകടനത്തിന് വരുന്നവൻ വേണേൽ ഒരു യൂണിഫോമും കൂടെ വാടകയ്ക്ക് എടുത്തിട്ട് അപ്പുറത്ത് എന്ന് നിന്നുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എറി വേണമെങ്കിൽ അത് വീഡിയോയും എടുത്ത് വെച്ചിട്ട് കണ്ടോ പോലീസുകാരെ എറിയുന്നു, തിരിച്ചറിയാൻ പറ്റില്ല. യുദ്ധങ്ങളും അതുപോലെയൊക്കെയാണ്. സോഴ്സ് എന്താണ്, യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി 70ഓളം പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ് ഉണ്ടായത്. 70 പേരെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വിഷയമേ അല്ല. ഇവിടെ ഈ ഇറ്റാലിയിൽ നിന്ന് വന്ന ഒരു കപ്പൽ നമ്മളുടെ 2 പേരെ ഒന്ന് വെടിവെച്ച് വന്നപ്പോൾ ഇല്ലേ, രാജ്യം മൊത്തം, മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഒരാളിൻ്റെ ജീവൻ പോയാൽ പോലും ആ എണ്ണമല്ല, ആ വിഷയമാണ്. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ എന്നും ഇത് തന്നെ ആയതുകൊണ്ടും പാകിസ്ഥാനിലും എന്നും ഇത് തന്നെ ആയതുകൊണ്ടുമാണ് ഇതൊരു വിഷയമേ അല്ലാത്ത. വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നോക്കൂ, ഏത് നിമിഷവും ഇറാനും അമേരിക്കയുമായിട്ടുള്ള യുദ്ധവും അതൊരാഗോള യുദ്ധവും ഒക്കെ ആകുമെന്ന് നമ്മളിങ്ങനെ ഭയന്ന് നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ അല്ല ശരിക്കും യുദ്ധം നടന്നത്. പാകിസ്ഥാൻ പോയി അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പം അഫ്ഗാനിസ്ഥാൻ പറയുന്നത് എന്താ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം, ഞങ്ങളുടെ പരമാധികാരം. അതേപോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ. ഇസ്ലാമിക നിയമങ്ങളെന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് ഒരു ഇസ്ലാമിക രാഷ്ട്രം വേറൊരു ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കരുത്, വേണമെങ്കിൽ വേറെ വല്ലവരെയും പോയി ആക്രമിക്കണമെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഇത് ബാധകമല്ലേ? അപ്പോൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ ഈ മതത്തിൻ്റെ ആശയങ്ങളും നിയമങ്ങളും ഒക്കെ എടുത്തിടുന്നത് എന്തിനാ? ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ആ അർത്ഥത്തിൽ ആളുകളെ കൊല്ലാനായിട്ടെങ്ങാനും പറയുന്ന. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു പരീക്ഷണശാലയാണോ അവർ അഫ്ഗാനിസ്ഥാനെ കാണുന്നത്? അല്ല, ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് ആ പാകിസ്ഥാനിൽ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നമോ നിലനിൽപ്പിന് ബുദ്ധിമുട്ടോ ഭരണകർത്താക്കൾക്കോ വരികയാണെങ്കിൽ സ്വാഭാവികമായി ചെയ്യുന്ന പണി ഒരു യുദ്ധം നടത്തിയാൽ മതി. യുദ്ധം നടക്കുമ്പോൾ സംഭവിക്കുന്നത് ദേശീയത ഉണരും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ 1,00,000 പേരുടെ ഒരു പ്രകടനം ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചു. ആ സമയത്ത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനി 70 പേരെ ബോംബിട്ട് കൊന്നു എന്ന് പറഞ്ഞാൽ ഈ വന്ന മുഴുവൻ പേരും പ്രധാനമന്ത്രിക്കും അവിടുത്തെ പ്രസിഡന്റിനും മുദ്രാവാക്യം അഭിവാദ്യം അർപ്പിച്ചിട്ടു, വിഷയം പരിഹരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ എടുത്തുപയോഗിക്കും. ഇതിപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈ
അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ യുദ്ധങ്ങളും അടിയും ഒക്കെ സ്ഥിരമായിട്ടുള്ളത് കൊണ്ടും താലിബാൻ നല്ല മിടുക്കരാണ് അല്ലേ, നല്ല മര്യാദക്കാരാണല്ലോ താലിബാൻ. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ മലാന, ലോകപ്രസിദ്ധമായ ആ കുട്ടിക്ക് 14-ാമത്തെ വയസ്സിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് വരെ ഇടവരുത്തിയ മഹാന്മാരാണ് ഈ താലിബാൻമാർ. അപ്പം അവർക്ക് ഇതിനെ അപലപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരർഹതയില്ല. ഈ രണ്ട് കൊള്ളസംഘങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ നമ്മൾക്ക് അതിനകത്ത് വല്ല വിഷയമുണ്ടോ? രണ്ടും കൊള്ളസംഘമാണ്. അതിൽ ആര് മരിച്ചാലും ആര് ജയിച്ചാലും ആര് തോറ്റാലും ബാക്കി ആർക്കും പ്രശ്നമില്ല. പക്ഷെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഇതൊരു അമേരിക്കൻ പങ്കുണ്ടല്ലോ. ഈ അമേരിക്കയ്ക്ക് വഴങ്ങാതെ നിൽക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാനെ നാം കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്രമണം വരുന്നതെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിനും സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടും നാണം കെട്ടും എല്ലാ അർത്ഥത്തിലും നിൽക്കുന്ന ഒരവസ്ഥയാണ്. ട്രംപും അതേ അവസ്ഥയില്ല. ട്രംപ് പൊതുസമൂഹത്തിലും ആ ട്രംപിൻ്റെ പാർട്ടിക്കകത്ത്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും അമേരിക്കൻ കോൺഗ്രസിനകത്തും അവിടുത്തെ സുപ്രീം കോടതിയും എല്ലാം എടുത്തിട്ട് അലക്കി നാശമാക്കി. ട്രംപെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അപമാനമായിട്ട് തോന്നുന്ന അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പം ട്രംപിന് സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പങ്ക് ഇതിനകത്തുണ്ടാകും. എന്നിട്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് ഒരു പരുവമൊക്കെ ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹം പറയും, ആ യുദ്ധം ഏതെങ്കിലും രീതിയിൽ നിർത്തിയത് ഞാൻ ഇടപെട്ടിട്ട് അതിൻ്റെ ആളും നമ്മളാണ് എന്ന് പണ്ട് പറഞ്ഞതുപോലെ. എവിടെ യുദ്ധം നിന്നാലും അത് ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ വിരട്ടിയത് എങ്ങനെയാണെന്ന് വരെയാണ് പറയുന്നത്. 200% തീരുവ വരും, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പേടിച്ച് പോട്ടെ സാർ എന്നും പറഞ്ഞ് നിർത്തി. ഞങ്ങൾ വെള്ളക്കൊടിയൊക്കെ കാണിച്ച് കീഴടങ്ങി വന്നു എന്ന് വീമ്പളക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിലും അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും ട്രംപിൻ്റെ പങ്ക് തള്ളിക്കളയാൻ ഒക്കില്ല. കാരണം ട്രംപിൻ്റെ ആഗ്രഹം എല്ലായിടത്തും ഇതേപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകണം. അത് രാഷ്ട്രീയപരമായും സാമ്പത്തികമായിട്ടും ഒക്കെ അദ്ദേഹത്തിനും പ്രയോജനം ചെയ്യും. എന്തായാലും ഈ യുദ്ധം നടക്കുന്ന സമയം അതിനേക്കാൾ രസമാണ്. ഇസ്ലാമിൽ ഏറ്റവും സമാധാനമുള്ള സമുദായം ആണ് എന്നാണ് അതിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസം എന്ന് പരിശുദ്ധ ഖുറാനിൽ വരെ പറഞ്ഞിരിക്കുന്ന മാസമാണ് ഈ നോയമ്പ് റംസാൻ കാലം. ആ സമയത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇസ്ലാമിക പ്രഭാഷണങ്ങളും ഘോഷണങ്ങളും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഭൂഷണമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനാണ് പോയി. ഇപ്പം യുദ്ധത്തിൽ പരാജയപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടുപോയി ഇട്ടവരെ കുറ്റം പറഞ്ഞാൽ മതി. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും മതത്തിലും ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു രാജ്യവും ആയിട്ട് പാകിസ്ഥാനെയും അവിടുത്തെ ഭരണകൂടത്തെയും നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.